നിങ്ങളുടെ കയ്യിൽ ഖുർആനുണ്ടോ? ഇല്ല, നിങ്ങള് പറഞ്ഞ പോലെ ഞാൻ നോക്കിയേക്കാം. ഖുർആൻ എടുക്കുക, അതിനകത്ത് സൂറത്ത് 25 എടുക്കുക. ഫുർഖാൻ സൂറത്ത് 25. അൽ ഫുർഖാനാ? അതെ, അതെടുക്കുക. എന്നിട്ട് അതിന്റെ ആ ആയത്തിന്റെ തഫ്സീറിലേക്ക് പോവാ. അതിന്റെ തഫ്സീറിൽ ഖുർത്തുബി എടുക്കുക. എടുക്കണ്ടേ? ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ, നോക്കിക്കോളൂ. ഏതായിരുന്നു 25:54. ഇതേ സ്ക്രീനിലുണ്ട്, നോക്കൂ. അതെ, വായിച്ചോ? 25:54. വഹുവല്ലദി ഖലഖ മിൻ മാഇ ബശറൻ. ബാക്കി വായിച്ചാ വജഅലഹു അതിന്റെ തഫ്സീറിൽ ഖുർത്തുബി എന്താ എഴുതിയിരിക്കണേ? എന്താ എഴുതിയിരിക്കണേ? വായിക്കേ. അവൻ തന്നെയാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും ഖുർത്തുബി തഫ്സീർ ഞാൻ ചോദിച്ചത് അവിടെ എഴുതിയിട്ടുണ്ട്, സ്ക്രീനിൽ വിവാഹബന്ധമുള്ളവനും ആക്കുകയും ചെയ്തിരിക്കുന്നത്. ഖുർത്തുബി എഴുതിയിരിക്കണത് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, വായിക്കേ. അത് എനിക്ക് കാണില്ല, ഞങ്ങളൊന്ന് വായിച്ചാൽ മതി. ഞാൻ കോളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. ഞാൻ സ്ക്രീനിൽ കാണിക്കേണ്ടത് കോള് കട്ടാകുമ്പോൾ പോയിരുന്ന് വായിച്ചാൽ മതി. I say the juries differed concerning a man marrying his daughter from fornication or his sister or his granddaughter from fornication. സ്വന്തം മോളെ മാത്രമല്ല, അനിയത്തി, അതുപോലെ തന്നെ കൊച്ചുമോൾ, എല്ലാവരെയും. A group prohibited that, among them Ibn al-Qasim, and it is the opinion of Abu Hanifa and his companions. Others permitted it, among them Abdul Malik ibn Majishun, and it is the opinion of al-Shafi. And this has already been discussed thoroughly in Surah Al-Nis. And the tafsir എടുക്കൂലേ? അല്ലാതെ തഫ്സീർ അല്ലേ. ഖുർആനിന്റെ തഫ്സീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആന്റെ വിശദീകരണമാണ്. അതെ, ഖുർആന്റെ വിശദീകരണങ്ങൾ എടുക്കൂല. ഖുർആന്റെ വിശദീകരണം എന്ന് പറയുന്നത് മാത്രമായിക്കൊള്ളുന്നില്ല. നിങ്ങൾ അറ്റം വെട്ടിയിട്ടുണ്ടോ? ഞാൻ വെട്ടിയിട്ടുണ്ട്. അത് ഖുർആനിലുണ്ടോ അറ്റം വെട്ടാൻ? ഇല്ല, അത് ഖുർആനിലില്ല. ഖുർആനിൽ വേണ്ടേ? ഖുർആനിലുണ്ടെന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഖുർആനിലില്ലാത്ത സാധനമാണോ ഇത്? ഇതിപ്പോ തഫ്സീറുള്ള സാധനല്ലേ നമ്മൾ പറയുന്നത്. തഫ്സീർ ഖുർആനല്ല. തഫ്സീർ ഖുർആനിലാന്ന് ഇപ്പൊ എനിക്കറിയാം, പക്ഷെ തഫ്സീർ ഉണ്ടാണെങ്കിൽ ഖുർആൻ വേണ്ടേ? അല്ല, ഖുർആനിലില്ലല്ലോ, അതല്ല ആയത്തുള്ളത്. ആയത്തിലങ്ങനെയല്ലോ വിശദീകരണല്ലേ തഫ്സീർ എന്ന് പറയുന്നത്. പക്ഷെ തഫ്സീർ ഖുർആനല്ല. നിങ്ങൾ 5 നേരം നിസ്കരിക്കാൻ ഖുർആനിലുണ്ടോ? നിസ്കരിക്കാൻ ഖുർആനിലുണ്ട്. എത്ര നേരം നിസ്കരിക്കണം എന്നുള്ളത് ഹദീസിലുണ്ട്. എത്ര നേരം ഹദീസിലുണ്ട്? അതെ. അപ്പൊ ഹദീസിലുള്ളത് നിങ്ങൾ എടുക്കോ? ഹദീസിലുള്ള എടുക്കും. അപ്പൊ തഫ്സീറിലുള്ളത് നിങ്ങൾ എടുക്കില്ല? തഫ്സീറിലുള്ളത് നമ്മൾ എടുക്കൂല എന്നല്ല ഞാൻ പറഞ്ഞത്. തഫ്സീറിലുള്ളത് നിങ്ങൾ എടുക്കുമോ ഇല്ലേ? തഫ്സീറിലുള്ളത് എടുക്കൂല എന്നല്ല ഞാൻ പറഞ്ഞത്. തഫ്സീറിലുള്ളത് എടുക്കോ ഇല്ലേ? തഫ്സീറിലുള്ള എല്ലാ തഫ്സീറിലുള്ളത് അങ്ങനെ എടുക്കാനുള്ളതല്ല. പിന്നെ ഏതെടുക്കാൻ? ഞാൻ അതല്ല ഞാൻ പറഞ്ഞത്. തഫ്സീറിലുള്ളത് എടുക്കോ ഇല്ലേ? തഫ്സീറിലുള്ളത് എടുക്കോ എടുക്കൂല എന്നുള്ളതല്ല. തഫ്സീറിലുണ്ടോ ഇല്ലേ? അതാദ്യം സമ്മതിക്കാം. ഞാനൊരു ഇത് തഫ്സീറിലുണ്ടോ ഇല്ലേ? ഇനി അടുത്ത ആയത്ത് ഞാൻ പറഞ്ഞുതരാം. 4:23 എടുക്കുക. അതിന്റെ തഫ്സീറിൽ മൗദൂദി തന്നെ വെച്ചിട്ടുണ്ട്. ഇസ്ലാമിലൊരു സാധനം, ഇസ്ലാമില് എന്ത് സാധനം കൃത്യമായിട്ട് ഖുർആനിലുള്ളത് ഒന്ന് പറഞ്ഞു തന്നാട്ടെ. അതെ, ഖുർആനിലുള്ളത് നിങ്ങൾ പറഞ്ഞത് ഖുർആനിലുണ്ടെന്നാണ്. ഞാൻ പറഞ്ഞ ഫിഖ്ഹിലുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അവസാനമായപ്പോ ഖുർആനിലുണ്ടെന്നും പറഞ്ഞു. ശരി, അല്ല, അതെ, തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ തഫ്സീറുള്ള സാധനം എടുക്കൂല്ലേ? തഫ്സീറിലുണ്ട് നിങ്ങൾ പറഞ്ഞത്. തഫ്സീറിലുള്ള സാധനങ്ങൾ എടുക്കോ ഇല്ലേ? തഫ്സീറിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അതേഴ്സ് പെർമിറ്റഡ് ഇറ്റ്. എന്ത് പെർമിറ്റ് ചെയ്തു? മാരിങ് ഹിസ് ഡോട്ടർ ഫ്രം ഫോർണിക്കേഷൻ. വ്യഭിചാരത്തിൽ പിറന്ന കുട്ടിയെ അവിടെ കല്യാണം കഴിക്കാം എന്ന് ഈ പറയുന്ന ആയത്തിന്റെ തഫ്സീറിൽ പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. അത് ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണമാണ്. അപ്പൊ വിശദീകരണം നിങ്ങൾ എടുക്കൂല എന്നാണ് പറയുന്നുണ്ടെങ്കിൽ വണ്ടി വിട്ടോ. നമുക്കത്ര നിങ്ങളുടെ ഈ പറയുന്ന ഉത്തരം കിട്ടാതെയാണ് ഞാൻ നിങ്ങൾക്ക് 2 ആയത്താണ് പറഞ്ഞു തന്നത്. ഒന്ന് 25:54,
2:4:23 രണ്ടിന്റെയും ഖുർആനിന്റെ വിശദീകരണത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു ഈ പറയുന്ന സാധനം സ്വന്തം വിചാരത്തിൽ പറഞ്ഞ കുട്ടിയെ കല്യാണം കഴിക്കുന്നത് ഈ പറയുന്ന ഷാഫിഹി അത് അവിടെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഖുർആനിൽ വചനം വേണ്ട, അറ്റം വെട്ടണ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഖുർആനിൽ വചനം വേണ്ട, സ്വന്തം മോളെ കെട്ടി പൂശണ കാര്യം പറയുന്ന സമയത്ത് ഖുർആനിൽ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ള വാശി അത് ഇവിടെ നടക്കില്ല. അത് കോയയുടെ വീട്ടിൽ ചെലവഴിക്കാൻ മതി. ഓക്കെ, നിങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആന്, ഹദീസ്, ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാമിൽ ഈ പറയുന്ന സാധനം ഈ ഖുർആനിന്റെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ ഖുർത്തുബിയിലുണ്ട്, മൗദൂദിയിലുണ്ട്. ഇനി അതുകൂടാതെ ഫത്വുൽ മുഈനിൽ പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾ അത് എടുക്കൂല എന്നാണ് പറയുന്നുണ്ടെങ്കിൽ അത് പള്ളി പറഞ്ഞാൽ ഇത് തഫീമൽ ഖുർആൻ എടുക്കുക. അത് എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന സൂറത്ത് 23 ആയത്ത് എടുക്കുക, 4:23 അത് എടുത്തു കഴിയുമ്പോൾ അതിന്റെ വിശദീകരണത്തിലുണ്ട്. There is disagreement, however, whether a daughter born of an illegitimate relationship becomes prohibited or not. According to Abu Hanifa, Malik and Ahmad bin Hanbal, such a daughter is prohibited in the same way as a daughter born in wedlock. Shafi'i, however, is of the opinion that such daughters are not prohibited. ഇത് ഖുർആനിൽ തന്നെ ഉള്ള സാധനങ്ങളാണ്. ഖുർആനിന്റെ തഫ്സീർ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിന്റെ വിശദീകരണമാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയും തഫ്സീറിലുണ്ടല്ലോ, തഫ്സീർ നിങ്ങൾ എടുക്കില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ മണ്ടയ്ക്ക് കയറാറുണ്ട്. അതിപ്പോ തിരിച്ചങ്ങോട്ട് വെക്കാണ്, അത് വിഴുങ്ങി അങ്ങോട്ട് പോവാ കോയ. ഓക്കെ, കോയയുടെ ഉടായ്പൊന്നും ഇവിടെ ഇറക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കാൻ പറഞ്ഞതിന്റെ ആയത്ത് കൊണ്ടുപോവാ, അറ്റം വെട്ടാൻ പറഞ്ഞതിന്റെ ആയത്ത് കൊണ്ടുപോവാ. ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഈ ഹൂറികളുടെ തുടുത്ത മുലകളാണുള്ളത് എന്നുള്ളതിന്റെ ഹദീസും ഈ പറയുന്ന ആയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇസ്ലാമിൽ അതേ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇസ്ലാമിൽ ഇതുപോലെയുള്ള ഒരു സാധനത്തിന്റെയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ആകെ കൂടി പറഞ്ഞിട്ടുള്ള സാധനം സ്വർഗത്തിലെ ഹൂറികളുടെ മുലകളുടെ കാര്യം മാത്രമേ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ കടന്ന് ഇതുപോലെ മെഴുകിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നിങ്ങൾ വെറുതെ ഇത് തഫ്സീർ എടുക്കൂല പറഞ്ഞോണ്ടിരുന്നാൽ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനില്ല. അന്നത്തെ തഫ്സീറിലുണ്ടോ? ഇത് തഫ്സീറിലുണ്ടോ? ഇത് തഫ്സീറിലുണ്ടോ? എങ്ങനെ? ഖുർആനിലുണ്ട് എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഫിഖഹിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ പോയി കേൾക്കാം. ഖുർആനിലുണ്ട്, ഖുർആനിന്റെ ബാക്കിയാണ് ഈ പറയുന്ന സാധനം. തഫ്സീർ എന്ന് പറഞ്ഞാൽ എന്താണ്? തഫ്സീർ എന്ന് പറഞ്ഞാൽ എന്താ? തഫ്സീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഖുർആനിന്റെ ആയത്തുകളെ ഓരോ മനുഷ്യന്മാരും പല തഫ്സീറുകളുണ്ട്. ഈ തഫ്സീർ നിങ്ങൾ എടുക്കില്ലേ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഈ തഫ്സീർ തള്ളിയോ? ഈ തഫ്സീർ തള്ളിയോ? ഈ തഫ്സീർ തള്ളിയോ ഇല്ലേ? അതും കൂടി പറഞ്ഞിട്ട് പോയിക്കോ. ഈ തഫ്സീർ എടുക്കോ ഇല്ലേ? ഈ തഫ്സീർ തള്ളിയോ? ഞാനൊരു കാര്യം പറയാം. ഈ തഫ്സീർ തള്ളിയോ? ഞാനൊരു കാര്യം പറയാം. നിങ്ങളോ കാര്യം തന്നെ ഞാൻ ചോദിക്കണേ. തഫ്സീർ, ഈ തഫ്സീർ നിങ്ങൾ എടുക്കോ ഇല്ലേ? ഇല്ല, ഞാൻ എടുക്കും. അപ്പൊ ഈ തഫ്സീറിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? ഞാനത് 100% എടുക്കും. അപ്പൊ ഈ തഫ്സീറിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? എന്താ തഫ്സീറിൽ പറഞ്ഞെന്ന് പറയും. തഫ്സീറിൽ എന്താ പറഞ്ഞേ? തഫ്സീറിൽ എന്താ പറഞ്ഞെന്ന് പറയും. നിങ്ങൾ എനിക്ക് പറയട്ടെ. നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറയും. എന്തെങ്കിലും കാരണം മെഴുകിയിട്ട് കാര്യമില്ല. ഇത് ഈ തഫ്സീറിൽ എന്താ പറഞ്ഞെന്ന് പറയും. തഫ്സീറിൽ എന്താ പറഞ്ഞെന്ന് പറയും. അത് ഞാൻ പറയാം. പറയും. ഇത് ഒരു തഫ്സീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഖുർആനിന്റെ അതൊക്കെ അവിടെ മാറ്റി വെക്കേണ്ട എന്റെ പൊന്നുകോയ. ഇതൊക്കെ നമുക്കറിയാം. ഞാൻ ചോദിക്കുന്നു, ഖുർത്തുബി എന്ന് പറയുന്ന തഫ്സീർ നിങ്ങൾ എടുക്കുമോ ഇല്ലേ? ഖുർത്തുബി എന്ന് പറയുന്ന തഫ്സീർ നിങ്ങൾ എടുക്കുമോ ഇല്ലേ? ഖുർത്തുബി എന്ന് പറയുന്ന തഫ്സീർ നിങ്ങൾ എടുക്കുമോ ഇല്ലേ? നിങ്ങൾ വിശദീകരിച്ച് കേൾക്ക്. ഞാൻ എടുക്കും. അപ്പൊ ഈ തഫ്സീറിൽ എന്താ പറഞ്ഞെന്ന് പറയും. ഈ തഫ്സീറിൽ എന്താ പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞു. ഈ തഫ്സീറിൽ എന്താ പറഞ്ഞെന്ന് പറയും. ആ തഫ്സീർ മഹാനായ ഖുർത്തുബി ഇമാമിന്റെ അഭിപ്രായം പറഞ്ഞു. എന്താണ് അഭിപ്രായം? ആ ആയത്തിൽ വിശദീകരിച്ചു. എന്താണ് അഭിപ്രായം? ആ ഖുർആൻ ഞാൻ പറഞ്ഞത്, ഞാൻ ചോദിക്കണ ഒരൊറ്റ ചോദ്യമുള്ളൂ. നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ മോളെ കെട്ടാം, പെങ്ങളെ കെട്ടാം, ഇങ്ങനെയൊക്കെ ഉള്ളത് ഖുർആനിലുണ്ട്. ഖുർആനിന്റെ തഫ്സീർ എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെയാണ്, ഖുർആനിന്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾ ഖുർആനിലുണ്ട് പറഞ്ഞത്. ഖുർആനിലെ ആയത്തില്ലാത്ത തഫ്സീർ ഉണ്ടാവും എന്റെ പൊന്നുപോയ? ഇത് ഉണ്ടാവോ? അതാ ഞാൻ ചോദിക്കണേ. ഈ പറയുന്ന ഖുർആനിലെ ആയത്തില്ലാതെ തഫ്സീർ ഇത് ഈ ഖുർത്തുബിക്ക് എഴുതാൻ പറ്റുമോ? തഫ്സീർ ഖുർത്തുബിക്ക് എഴുതണമെങ്കിൽ ഈ ആയത്തുണ്ടാവണ്ടേ? വേണ്ടേ? ഖുർത്തുബിക്ക് ഈ തഫ്സീർ എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ആയത്തില് തഫ്സീർ എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ആയത്തുണ്ടാവണ്ടേ? യെസോർന്ന് പറയൂ. ചോദിച്ചതിന് ഉത്തരം പറയും. കോയ ചോദിച്ചതിന് ഉത്തരം പറയും. ഒറ്റ ചോദ്യം. ഖുർത്തുബിക്ക് ഈ തഫ്സീർ ഇത് എഴുതണം എന്നുണ്ടെങ്കിൽ ഈ ആയത്ത് ഉണ്ടാവണോ വേണ്ടേ? ഈ ആയത്തില്ലാതെ ഈ തഫ്സീർ ഇത് എഴുതാമെന്ന്? അതാണ് തഫ്സീർ എന്ന് പറഞ്ഞാൽ കോയച്ചല്ലേ